നടന്നുപോയ ഷാഫി എന്തിനാണ് വീൽ ചെയറിലായത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഉളുപ്പ് എന്ന 3 അക്ഷരം എംപിയുടെ പേരിന്റെ അപ്പുറം വെക്കണം. നടന്നു പോകാൻ ശേഷിയില്ലേ നിങ്ങൾക്ക്? ആരെയാ പറ്റിക്കുന്നത്? ഈ പറ്റിക്കലും ഷോ കാണിക്കലും സെൽഫി എടുക്കലും അതിന്റെ പേരിൽ ഞാനാണ് എന്ന് കാണിക്കുന്ന ഒരു രീതിയും, ആ രീതി മാറ്റണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. എല്ലാ കാലത്തും ഈ ഷോ നടക്കില്ല. ഈ ഷോ എല്ലായിടത്തും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഷോ നിങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. അത് ഒരുപാട് ഉദാഹരണമുണ്ട്. പണ്ടല്ലായിരുന്നു അങ്ങനെയൊക്കെ. പുതിയ ഷർട്ട് വാങ്ങിയിട്ട് കീറുന്ന കോൺഗ്രസ്സുകാർ പണ്ടിട്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇത് ജൻസിയുടെ കാലമാണ്. ഷാഫിക്ക് അറിയാലോ, മനസ്സിലായോ? പുതിയ തലമുറയുടെ കാലാണ്. ഇപ്പൊ ഷർട്ട് കീറിയിടുന്ന പഴയ കോൺഗ്രസിന്റെ സംസ്കാരമൊക്കെ മാറി. അവരുടെ മുന്നിലാണ് ഈ നാടകം കളിക്കുന്നത്. പുതിയ ഇന്നോവക്കാരെ ചതുങ്ങിപ്പോയി പോലും. എന്ത് ഇയാളെ കാണാനുള്ള തിക്കും തിരക്കുമുണ്ട്. ഇവിടെ സിൽവർ കോളേജിന്റെ ഉദ്ഘാടനത്തിന് വന്നിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. 1 മണിക്കൂർ മുമ്പേ വന്നിട്ട് താഴത്തെ വീട്ടിലിരുന്നു. MLA മന്ത്രിയൊക്കെ വന്നതിന് ശേഷം ഒരു വരവ്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നാ പിന്നെ ഒരു കയ്യടി അധികം കിട്ടും. പ്രസംഗിക്കുന്നതിന്റെ ഇടയ്ക്ക് 2 ആൾ വന്ന് ഓട്ടോഗ്രാഫ് വാങ്ങൽ നാടകം ഒഴിവാക്കൂ. ഈ നാടിനെ തകർക്കാൻ വേണ്ടിയാണ് ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റധികം കാര്യങ്ങളിലൊക്കെ ഒന്നും കടക്കുന്നില്ല. അന്നത്തെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നാട്ടിലിവിടെയുള്ള കോൺഗ്രസ്സുകാരൊക്കെ നേതാക്കന്മാരൊന്നും അറിയില്ല, വായി തോന്നുന്നത് പറയാണ്. പേരാമ്പ്രയിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ, കോളേജിലെ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായിപ്പോയി. ഇന്ന് കോളേജിലെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് സിൽവർ കോളേജിലാ. സിൽവർ കോളേജ് ഉണ്ടായതിൽ ഇന്ന് വരെ അവിടെ SFI ജയിച്ചിട്ടില്ല. അവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഇപ്പൊ SFI. CKG കോളേജിൽ 9 സീറ്റിൽ 8 സീറ്റ് അവിടെ ജയിച്ചിട്ടുണ്ട് SFI. 1 സീറ്റ് മാത്രം തോറ്റെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ ജയിച്ചത് 1 സീറ്റില്ല. ആ 1 സീറ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. പേരാമ്പ്രയിൽ ഇലക്ഷൻ നടന്ന കോളേജുകളെല്ലാം വേണ്ടിക്കോ എണ്ണി നോക്കിയാൽ CKG കോളേജ് ഉണ്ട്, സിൽവർ കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെന്റർ ഉണ്ട്, ചക്കിടപാറ BEd സെന്റർ ഉണ്ട്, BPH സെന്റർ ഉണ്ട്, മദർ തെരേസ BEd സെന്റർ ഉണ്ട്. ഈ സെന്ററുകളെല്ലാം ജയിച്ചത് SFI. നിങ്ങൾ ജയിച്ച ഇവിടെയുള്ള ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ കോളേജ്, അത് കോളേജായിട്ടൊന്നും എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടില്ല. ആ കോളേജിൽ മാത്രം MSFന് മാത്രം സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ജയിച്ചിട്ടുണ്ട്. വേറെ എവിടെയുള്ളത്? അതുകൊണ്ട് അതൊന്നും അല്ലായിരുന്നു പ്രശ്നം. പ്രശ്നം ബോധപൂർവമായി കുഴപ്പമുണ്ടാക്കലാണ്. ആ കുഴപ്പത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ മാറിപ്പോയി. അതുകൊണ്ടല്ലേ ഷാഫിക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല. ആരെങ്കിലും ഷാഫിക്കെതിരെ പറഞ്ഞാൽ ഉടനെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്കായി, ആ ഗുണ്ടകളെ വെച്ച് പ്രയോഗമായി. ഇതാ പ്രശ്നം. അത് VD സതീശന് വരെ കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിൽ കാരണം. ഈ നമ്മുടെ പഴയ MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ ദയനീയമായി ഇവരെ കണ്ട് പേടിച്ചു പോയിട്ട് ഇവർ സോഷ്യൽ മീഡിയ അറ്റാക്കാണ് ഇത് നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അവരുൾപ്പെടെ പ്രയാസപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോ ആ നിലയിൽ ഇവിടെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുക, ഇവർക്കെതിരെ പറഞ്ഞ പ്രശ്നം കൂടിയ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദായിട്ടുള്ള പ്രസിഡന്റ് ഉളുപ്പുണ്ട ഷാഫി ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ താക്കോല് കൊടുത്ത കോൺഗ്രസിന്റെ എന്ന് പറഞ്ഞ വീട് നാളെ പത്രസമ്മേളനം നടത്തി പറയും കോൺഗ്രസ് കൊടുത്ത വീടാണെന്ന്. ഞങ്ങൾ നിങ്ങൾ പറയുന്ന പണിയെടുക്കും. 4 ലക്ഷം രൂപ ലൈഫ് പദ്ധതിയിലൂടെയും 26,017 രൂപ തൊഴിലുറപ്പിലൂടെയും കൊടുത്തുണ്ടാക്കിയ വീട് എങ്ങനെയാണ് ഉളുപ്പില്ലാത്ത ഷാഫി കോൺഗ്രസ് ഉണ്ടാക്കിയ വീടാവുക? കേരളത്തിൽ 5 ലക്ഷം വീട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ 5 ലക്ഷം വീടും കോൺഗ്രസ് ഉണ്ടാക്കിയതല്ല. ഉണ്ടാക്കിയത് കോൺഗ്രസിന് ഒരു പങ്കുണ്ട്. എന്താ അറിയോ? ഒറ്റ പങ്ക. നിങ്ങൾ തോറ്റത് കൊണ്ടുണ്ടായ വീടാത്. കേരളത്തിൽ നിങ്ങൾ തോറ്റത് കൊണ്ടുണ്ടായ പദ്ധതിയാണ് ലൈഫ് പദ്ധതി. ആ തോൽവി കൊണ്ട് കേരളത്തിലെ 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീടുണ്ടായിട്ടുണ്ട്. അതിലൊരു വീട് പോയി ഉദ്ഘാടനം ചെയ്തിട്ട് അത് പറഞ്ഞ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദിനെ മൂക്ക് കയറ്റി കളയാന്നാണ് കരുതിയത്. അതൊക്കെ പാലക്കാട് മക്കളെ. ഇത് സ്ഥലം പറയാ, ഇത് സ്ഥലം പറയാ. ഞങ്ങള് ഇവിടെ നിന്ന് മാറിപ്പോയതെന്താ? നിന്റെ നാടകത്തിൽ ഞങ്ങളില്ല. അതുകൊണ്ടാ ഷാഫിയുടെ നാടകത്തിൽ അഭിനയിക്കുന്ന സഹതാരങ്ങളല്ല പേരാമ്പ്രയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ. അതുകൊണ്ടാ നീ എത്തുമ്പോ ഞങ്ങൾ ഈ പേരാമ്പ്രയിൽ ഇല്ലാഞ്ഞത്. നീ കല്ലെടുത്ത് നെഞ്ചത്ത് കുത്തി ഞങ്ങൾ എറിഞ്ഞതാണെന്ന് പറയും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഷാഫി നിന്നിൽ നിന്ന് അല്പം അകന്ന് നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഷോ വേണ്ട. രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്ത്. നാട്ടിലിറങ്ങി നാട്ടുകാർ അംഗീകരിക്കുന്ന രീതിയിൽ അത് നടത്ത്. നിങ്ങൾ ആരെയായി പറ്റിക്കുന്നത്? ആ പറ്റിക്കലൊന്നും ഈ മണ്ണിൽ നടക്കില്ല. എന്നിട്ട് പറയുന്നത് ഇതാ, ഇയാൾ എന്ത് കുറ്റം പറഞ്ഞാൽ ഉടനെ പറയും ഇയാള് 1.25 ലക്ഷം വോട്ടിന് ജയിച്ചിട്ടുണ്ട്. 1.25 ലക്ഷം വോട്ടിന് ജയിച്ചതാണ് പ്രശ്നം. ബാക്കി ആരൊക്കെ ജയിച്ചിട്ടുണ്ട്? തോറ്റവരൊക്കെ മോശക്കാരാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ
ഞങ്ങളിവിടെ തോറ്റോണ്ട് എന്തോ ചെരുക്കാണ്. ചെരുക്കുണ്ടാവേണ്ടത് എവിടെയാ? അമേഠി തോറ്റുപോയില്ലേ രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധിനെ മോശക്കാരായി കാണോ ഈ കോൺഗ്രസുകാർ? അവിടെയാണോ കലാപം ഉണ്ടാകുന്നുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല. ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം പി ആയിട്ടില്ലേ? കെ മുരളീധരൻ എം പി ആയിട്ടില്ലേ? ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരെ കരുതോ മുല്ലപ്പള്ളി രാമചന്ദ്രനോ കെ മുരളീധരനോ ആണ് എം പി എങ്കിൽ പേരാമ്പ്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു? ഞങ്ങൾക്ക് സംശയ കാര്യത്തിലില്ല. കാരണം എം പി വന്നാൽ പ്രശ്നം തീർക്കുക ചെയ്യുക. ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ തനിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നാടിന് പരിക്ക് പറ്റാതെ നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെയാണ് ഇവിടെ എം പി പെരുമാറിയത്. ആ പെരുമാറ്റത്തിൽ ഈ നാട്ടിലെ കോൺഗ്രസുകാർ, ലീഗുകാർ, UDF-കാർ അംഗീകരിക്കുന്നില്ല. ഷാഫി പറയുന്നത് അയാൾ വന്നുകൊണ്ടാണ് ഇവിടെയൊക്കെ കുഴപ്പമില്ല ഇത്രയും ആയി തീർത്തതെന്നാണ്. എന്താ ഇവിടെയുള്ള കോൺഗ്രസുകാർ മോശക്കാരാ? ഇവിടെയുള്ള കോൺഗ്രസുകാരൊക്കെ ഞങ്ങൾക്കറിയാം ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ഷാഫിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഇവിടെയുള്ള കോൺഗ്രസുകാരും ലീഗുകാരും ഒക്കെയാണ് UDF-കാരാണ് ഉണ്ടായെങ്കിൽ പേരാമ്പ്രയിൽ എക്കാലത്തെയും പോലെ സമാധാനം ഉണ്ടാവുമായിരുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ കുബുദ്ധിയാണ് പേരാമ്പ്രയിലെ കുഴപ്പത്തിന് കാരണം. അതുകൊണ്ട് ആ കുബുദ്ധി അധികം പ്രയോഗിക്കരുത്. സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. എന്തിനാണെന്ന് ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ കോഴിക്കോട് പോയത്? കോഴിക്കോട് പോയത് അവിടെ ഒരാൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു, പഴയ സിനിമയിലെ സഹ അഭിനേതാവ്. ഇപ്പോ ആർക്കും വേണ്ടാത്ത ഒരു MLA ഉണ്ടല്ലോ. ആ ആർക്കും വേണ്ടാത്ത MLA കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ടാവും. രണ്ടാളും തമ്മിൽ അവിടെ നിന്ന് യോജിച്ചു. കുറെ കാലത്തിന് ശേഷം ജോഡികൾ യോജിച്ചു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ബേബിയിൽ ഹോസ്പിറ്റലിൽ കാത്തു നിൽക്കാണ്. ഇവിടുന്ന് പരിക്ക് പറ്റിയ ആളെ അവിടെ കാത്തു നിന്നു. വീണ്ടും കാണുന്നു. കണ്ടതിന് ശേഷം മൂപ്പർ പോകുന്നു അങ്ങോട്ട് പാലക്കാടേക്ക്. പാലക്കാട് അതുവരെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആ ജനം ത്യജിച്ച MLA നേരെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയത് പാലക്കാട് ആരും അറിയാത്ത, ആ പരിപാടി പങ്കെടുക്കുന്നവർ അറിയില്ല, ആരും അറിയാത്ത ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഷാഫി, പേരാമ്പ്രക്കാർക്കും വടകരക്കാർക്കും നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. എന്താ മനസ്സിലായത്? പൊതുപരിപാടിയിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത ജനം ത്യജിച്ച MLA-ക്ക് പരിപാടി നടത്തി കൊടുക്കാൻ, അതിനു വേണ്ടി ഈ പേരാമ്പ്രയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്.